ഇന്ന് നമ്മൾ ഒരു പുളിയിഞ്ചിയായിട്ടാണ് വന്നത്. ഇന്ന് നമ്മൾ ഒരു പുളിയിഞ്ചി ഉണ്ടാക്കാം. ഒരു ചെറിയ ഏറ്റവും സിമ്പിളായിട്ട് സിമ്പിളായിട്ടുള്ള രീതിയിൽ. ഭയങ്കര ഇത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് എന്ന് പറയുകയാണെങ്കിലും എല്ലാം ഇതാണെങ്കിൽ ഒരു 10-20 മിനിറ്റ് എന്തായാലും എടുക്കും. 10-20 മിനിറ്റ് കൊണ്ട് നമുക്കൊരു പെട്ടെന്നൊരു പുളിയിഞ്ചി ഉണ്ടാക്കണം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? കാണാം. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു, ഗ്യാസ് കത്തിച്ചു, ചട്ടി വെച്ചു. ഇത് കഴിഞ്ഞ് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കും. കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചേർക്കാം. അപ്പം നമ്മളെ കടുക് പൊട്ടിക്കും. ഇനി നമുക്ക് ആവശ്യത്തിന് വറ്റൽമുളക് ഇടാം. വറ്റൽമുളക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇടാം പച്ചമുളക്, ഇഞ്ചി, ചെറിയുള്ളി. ഇതൊക്കെ ഞാൻ ചെറുതാക്കി അരിഞ്ഞാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. ഫസ്റ്റ് തന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു, വറ്റൽമുളക് ഇട്ടു, ഫസ്റ്റ് തന്നെ പച്ചമുളക് ഇട്ടു. എന്നിട്ട് നമുക്ക് ചെറിയുള്ളി ഇടാം. ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞാണ്. ഇഞ്ചി ഇടാം. ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ചെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ഞാൻ ഇളക്കി കൊടുക്കാം. ഇത് നമ്മളെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിലേക്ക് വറ്റൽമുളക്, പച്ചമുളക്, ഇഞ്ചി, ചെറിയുള്ളി ഇതെല്ലാം ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കും. ഇനി നമുക്ക് അടുത്ത് ചേർക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. അടുത്തത് മുളക് പൊടി. മുളക് പൊടി ചേർത്ത് നല്ല ഇളക്കി കൊടുക്കാം. അടുത്തത് നമ്മുടെ കായത്തിൻ്റെ പൊടി. ഞാനിങ്ങനെ കുഞ്ഞി കായത്തിൻ്റെ പൊടി വാങ്ങി വെക്കും. കായത്തിൻ്റെ പൊടി ഒരുപാട് ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. അപ്പം നമ്മളെ കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, കായപ്പൊടി ഇട്ടു, ഉപ്പിട്ടു. അതിനുശേഷം ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക്, വറ്റൽമുളകൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി. ഓക്കെ, അപ്പം നമ്മളെ ഇൻഗ്രീഡിയൻസ് എല്ലാം പിടിച്ച് നല്ലോണം വഴങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല ഞാനിങ്ങനെ പുളി ഒഴിച്ച് പുളി ഇങ്ങനെ വെള്ളത്തിലിട്ട് പുളിയാക്കി വെച്ചതാണ്. നല്ലോണം പുളിയൊക്കെ എടുത്തറിഞ്ഞു, അതിൻ്റെ കുരുവൊക്കെ ഇട്ടറിഞ്ഞു, അതൊക്കെ എടുത്ത് നല്ല ജ്യൂസ് പോലെയായിട്ട് ഇതിലേക്ക്
നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പുളി ഒഴിച്ച് നന്നായിട്ട് ഇതിങ്ങനെ നമ്മൾ കുറുകിയെടുക്കുക. അടുത്തത് നമുക്ക് മെയിനായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ശർക്കര. ഇത് നല്ല പുളിയുള്ളത് കൊണ്ടാണ്, അതായത് നല്ലോണം പുളിക്കുന്ന പുളിയായതുകൊണ്ടാണ്. പുളി ഉണ്ടാവും, എന്നാലും ഇത് ഭയങ്കര പുളി. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തോനെ ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തരും എത്രത്തോളം പുളി ഇഷ്ടമാണോ ആ പുളി മധുരമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്ന രീതിയിൽ എടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ചേർത്ത് ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ശർക്കരയാണ്. അപ്പം നമ്മളിതിലേക്ക് ശർക്കര, ഇനി എന്താ സംഭവം എന്ന് വെച്ചാൽ ശർക്കരയും പുളിയും നമ്മളിട്ടതും കൂടി എല്ലാം കൂടി കുറുകി ഇറങ്ങും. അപ്പം നമ്മൾ പുളിയിഞ്ചി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. റെഡി ആയിട്ടില്ല, ഇനി അത് നല്ലോണം കുറുകി വരണം. പുളിയിഞ്ചി നല്ല കുറുകിയിട്ട് വരണം. നമ്മളെ എല്ലാ സംഭവവും ചേർത്തിട്ടുണ്ട്. ഇനി നല്ലോണം കുറുകി വന്ന് സെറ്റായ പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പുളിയിഞ്ചി റെഡിയാവും. അപ്പം ഇത് നമ്മൾ കുറുകുന്നവരെ വെയിറ്റ് ചെയ്യും. അപ്പം നമ്മളെ പുളിയിഞ്ചി റെഡിയായി, നല്ലോണം കുറുകി നമ്മൾ സദ്യ കിട്ടുന്ന പോലെ ആ ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. നമ്മളെ പുളിയിഞ്ചി റെഡിയായി. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ പുളിയിഞ്ചി ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. എല്ലാവരെയും നല്ല സപ്പോർട്ട് ഉണ്ടായിരിക്കണം, എന്നാലേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും ഓരോ വീഡിയോ എടുക്കാൻ. ഇപ്പം നല്ല സപ്പോർട്ട് നിങ്ങളെല്ലാവരും ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മാക്സിമം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ വീഡിയോ എടുത്ത് ഇടുന്നത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ. Thank you.